അപ്പോൾ ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2016 മോഡൽ 12 സീറ്റ് ആയിട്ടാണ്. ഇത് ഇന്ത്യയിലാണെങ്കിലും അതേപോലെ തന്നെ എക്സ്റ്റീരിയർ ആണെങ്കിലും ഫുൾ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ആണ് നമ്മൾ ഇന്നിവിടെ നോക്കാനായിട്ട് പോണത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ ഒരു ചെറിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. Relics of kingdoms past and crowns of ancient kings. I've heard stories of distant lands, realms I long to reach. Your voice, it beckons me to go to worlds unexplored, to leave behind my home and wonder. അപ്പോൾ നമ്മുടെ ഈ ഒരു വണ്ടി വർക്കിന് വന്നു പറഞ്ഞാൽ തമിഴ്നാട്ടിൽ പുതുക്കോട്ടയിൽ നിന്നാണ്. അവിടെ കടൽ പ്രദേശം കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഒരുപാടധികം പാച്ച് വർക്ക് കാര്യങ്ങൾ ഈ ഒരു വണ്ടിയിൽ ഉണ്ടായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഡോർ ഭാഗമാണെങ്കിലും ഫ്ലാറ്റ് ടോപ്പിൻ്റെ ഭാഗമാണെങ്കിലും ടോപ്പ് ഭാഗമാണെങ്കിലും ഏറ്റവും കൂടുതൽ പാച്ച് വർക്കായിട്ട് ചെയ്തൊരു വണ്ടിയാണ്. അപ്പോൾ അതിൻ്റെ പാച്ച് വർക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇൻറ്റീരിയലാണെങ്കിലും അതേപോലെ തന്നെ എക്സ്റ്റീരിയർ ആണെങ്കിലും ഫുൾ വർക്ക് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എക്സ്റ്റീരിയർ ഭാഗത്തേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് ടോപ്പ്, അതായത് കാലിയർ ഊരിയിട്ട് ടോപ്പ് ഭാഗത്ത് ഉള്ള ഫുൾ പാച്ച് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തായിരുന്നു. അതേപോലെ തന്നെ സൈഡിലത്തെ സ്കേർട്ടിങ് കാര്യങ്ങളൊക്കെ അഴിച്ചിട്ട് ഉള്ള പാച്ച് വർക്ക് കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയായിട്ടും അതേപോലെ തന്നെ നീറ്റായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തായിരുന്നു. അതായത് ഒരുപാട് സാധനങ്ങൾ പുതിയത് മാറിയിട്ടുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മുകളിൽ നിന്ന് തന്നെ നോക്കുമ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പിൽ ഒരുവിധം എല്ലാ ഭാഗങ്ങളും പാച്ച് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ വാട്ടർ ചാനലിൻ്റെ ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ളായിട്ട് വാട്ടർ ചാനൽ കാര്യങ്ങളൊക്കെ മാറി. പിന്നെ ബാക്ക് ഡോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്ക് ഡോറ് പുതിയ ഡോറ് കാര്യങ്ങളൊക്കെ കയറ്റി, അതേമാതിരി തന്നെ ലെഫ്റ്റ് സൈഡ് ഡോറാണെങ്കിലും മാറിയിട്ടുണ്ട്. പിന്നെ മെയിനായിട്ട് പറയാൻ തുടങ്ങിയ ഹെഡ് ലൈറ്റിൻ്റെ അവിടുത്തെ ആ പോർഷന് കാര്യങ്ങളൊക്കെ ഫുള്ള് പുതിയ ആക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഗ്ലാസ് ഫ്രെയിം കാര്യങ്ങൾ, പിന്നെ പ്ലാറ്റ്ഫോമിൻ്റെ ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്സും അതേപോലെ തന്നെ ബോഡിയും തമ്മിൽ നല്ല രീതിയിൽ തുരുമ്പായിട്ട് ഒരു കണക്ഷനും കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു ഫ്രണ്ടിലത്തെ പോർഷൻ അതേമാതിരി തന്നെ പ്ലാറ്റ്ഫോം
അതായത് ഈ ഒരു വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഷോപ്പിൽ ഏറ്റവും കൂടുതൽ പാച്ച് വർക്ക് ചെയ്തിട്ടുള്ള ഒരു വണ്ടി എന്നാണ് ഈ ഒരു വണ്ടീനെ പറഞ്ഞാൽ അതിന് കൂടുതൽ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഏകദേശം നമുക്കൊരു 3 മാസത്തോളം ഈ ഒരു വണ്ടിയുടെ ഇൻറ്റീരിയലും എക്സ്റ്റീരിയറും പാച്ച് വർക്കും പെയിൻറ്റിങ്ങും ഒക്കെ ആയിട്ട് നമുക്ക് ഈ ഒരു വണ്ടിയുമേ ടൈം എടുത്തിട്ടുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ അത്ര അധികം പാച്ച് വർക്ക് ഉണ്ടായിരുന്നു. ഏകദേശം ഒരു 1.25 മാസത്തോളം പാച്ച് വർക്കിന് വേണ്ടി മാത്രം നമ്മൾ ഈ ഒരു വണ്ടിയുമേ 2 ആൾ നിന്ന് വർക്ക് ചെയ്തായിരുന്നു. അതേപോലെ തന്നെ എക്സ്റ്റീരിയർ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ മെയിനായിട്ട് എല്ലാ പാർട്സും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്തിട്ട് ഫുൾ പെയിൻറ്റ് ചെയ്ത് ചെറിയ രീതിയിലുള്ള സ്റ്റിക്കർ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ അഡീഷണലായിട്ട് ഒറ്റ എക്സ്ട്രാ ഫിറ്റിങ്സ് കാര്യങ്ങളില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റ് വർക്ക് അതേമാതിരത്തെ അങ്ങനത്തെ സംഭവങ്ങളാണ് നമ്മൾ ഉദ്ദേശിച്ചത്. ആ ഒരു രീതിയിലുള്ള അഡീഷണൽ വർക്കുകൾ കാര്യങ്ങളൊന്നും നിലവിൽ ഈ ഒരു വണ്ടിയുമ്പോൾ ചെയ്തിട്ടില്ല. ഇൻറ്റീരിയൽ ഭാഗത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ ടൈപ്പ് ഗ്ലാസ് ടൈപ്പ് ടോപ്പാണ് ചെയ്തിട്ടുള്ളൂ. പിക്സൽ ടൈപ്പ് അല്ലെങ്കിൽ ഇപ്പോൾ ഡോട്ട് ലേസർ അങ്ങനത്തെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് മോഡലല്ല, നോർമൽ. അതായത് പാച്ച് വർക്കിന് ഇത്രയ്ക്കും എമൗണ്ട് ആയതുകൊണ്ടും പിന്നെ അതേപോലെ തന്നെ ഏകദേശം 3 മാസം സമയം ഈ ഒരു വണ്ടി വർക്ക് ചെയ്യാൻ എടുത്ത കാരണമുണ്ടും ബഡ്ജറ്റ് പുള്ളിരയിൽ ബഡ്ജറ്റ് കാര്യങ്ങളൊക്കെ കുറവുള്ള കാരണമുണ്ടാണ് നമ്മൾ ഈ ഒരു രീതിയിൽ വർക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിറങ്ങിയിട്ടുള്ളത്. അതായത് ഈ ഒരു വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ അത്യാവശ്യം നല്ല രീതിയിൽ അറിഞ്ഞുകൊണ്ടിരുന്ന ഒരു വണ്ടിയായിരുന്നു. കാരണം വെച്ചാൽ ആ ഒരു 2016-17 കാലഘട്ടങ്ങളിൽ ഫുള്ളായിട്ട് വർക്ക് നമ്മുടെ കേരളത്തിൽ തന്നെ ഫോണിക്സിൽ വർക്ക് ചെയ്തായിരുന്ന വണ്ടിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവിടെ ഇൻറ്റീരിയലാണെങ്കിലും എക്സ്റ്റീരിയർ ആണെങ്കിലും ഫുള്ള് ഫോണിക്സിൽ വർക്ക് ചെയ്തിട്ട് അവിടെ അത്യാവശ്യം തരംഗം സൃഷ്ടിച്ച വണ്ടിയായിരുന്നു. അത് കഴിഞ്ഞ് അവിടുത്തെ വെള്ളത്തിൻ്റെ ഒരു പ്രശ്നം കാരണം കൊണ്ടാണ് പിന്നെ ഏകദേശം 8 വർഷമായിട്ട് ഈ ഒരു വണ്ടിയുമേ വേറെ പാച്ച് വർക്കാണെങ്കിലും അതേമാതിരി തന്നെ ടെസ്റ്റ് വർക്കാണെങ്കിലും ഒരു ചെറിയ ടച്ചപ്പ് കാര്യങ്ങളൊക്കെ നടത്തിയിട്ടാണ് ഈ ഒരു വണ്ടി മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ ഒരുപാടധികം പാച്ച് വർക്ക് വന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു പാച്ച് കാണുമ്പോൾ ആ ഒരു പാച്ച് നല്ല രീതിയിൽ അപ്പം തന്നെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയ്ക്കും പാച്ച് വർക്കിനുള്ള ഒരു സമയവും പോവില്ല. അതേപോലെ തന്നെ ഇത്രയ്ക്ക് എമൗണ്ട് പാച്ച് വർക്കിന് കാര്യങ്ങൾക്ക് വരില്ല. പിന്നെ ഒരുപാട് പറയാനും പറ്റില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ പ്രശ്നമുണ്ട് നമ്മുടെ ഈ ഒരു കാലാവസ്ഥ. അതായത് നമ്മുടെ നാട്ടിലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉപ്പിൻ്റെ ഒരു അംശം പോലും ഇല്ല. സാധാരണ നോർമൽ വാട്ടർ കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ ഈ ഒരു വണ്ടി അതായത് കടൽ പ്രദേശത്തോട് ചേർന്ന് നിൽക്കുന്ന ഏതൊരു വണ്ടിയാണെന്നുണ്ടെങ്കിലും പാച്ച് വർക്ക് പെട്ടെന്ന് പിടിക്കാനായിട്ട് ചാൻസ് കൂടുതലാണ്. അപ്പോൾ ആ രീതിയിലുള്ളൊരു വണ്ടിയാണ്. എന്നാലും നമ്മുടെ മാക്സിമം എഫേർട്ട് ഇട്ട് നല്ല രീതിയിൽ തന്നെ വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ വർക്കും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും നമ്മൾ കമൻറ്റായിട്ട് അറിയിക്കുക. അപ്പോൾ ഇത്രയ്ക്കുള്ള നമ്മുടെ ഈ ഒരു ചെറിയൊരു വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതേമാതിരി തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ആയിട്ട് അറിയിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.